ദിവസം ഒരു രോഗി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ്, എൻ്റെ അയൽപക്കത്തുള്ള ആൾ, എൻ്റെ അതേ പ്രായമുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം ക്യാൻസറായി മരിച്ചു. അപ്പോൾ എനിക്കൊരു പേടി. ഞാൻ ഓനോട് ചോദിച്ചിന് ഓൻ എന്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓനിങ്ങനെ ഇടയ്ക്കൊരു ഭക്ഷണം തിന്നാൽ പുളിച്ചിട്ടി വരിക, പിന്നെ മലത്തിൽ ഇങ്ങനെ എന്തൊരു കറുത്ത ഒരു മലം, ശോധന ക്ലിയർ അല്ല, അതൊക്കെ എന്നോട് പറഞ്ഞു. അതിച്ചുണ്ട്, അതെനിക്കുണ്ട്, എനിക്കും ക്യാൻസർ ഉണ്ടോ നല്ല പേടിയുണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്കാനിങ് എഴുതി കൊടുത്തു അല്ലേ, ഒരു 800 രൂപേന്റെ സ്കാനിങ് എഴുതി കൊടുത്തു. റിപ്പോർട്ട് വന്നു, അതിലൊന്നുമില്ല. ഓൻ്റെ ഒരു ധൈര്യത്തിന് എടുപ്പിച്ചാണ്, ഒന്നുമില്ല. അപ്പോൾ ചോദിക്കണേ, ഈ സ്കാനിങ്ങിൽ ഇല്ലാത്ത ക്യാൻസർ ഉണ്ടാവും, ഈ സ്കാനിങ്ങിൽ കാണാത്ത ക്യാൻസർ ഉണ്ടാവും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ സ്കാനിങ്ങിൽ കാണാത്ത ഉണ്ടാവും, അതിന് അതിലും വലിയ സ്കാനിങ് എടുക്കണം. എന്നാ അത് എഴുതി തിരി, സമാധാനമല്ല, ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ 4000 രൂപേന്റെ MRI ഒക്കെ എടുത്തു വന്നു. അപ്പോഴും ചോദിച്ചെന്താ അറിയോ, ഇതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അപ്പോഴും ചോദിച്ചത് തീ ഇല്ലാത്ത ഉണ്ടാവും. അപ്പൊ പറഞ്ഞു, തീ ഇല്ലാത്ത പറ്റ ചെറിയതൊക്കെ ഉണ്ടാവും. അപ്പൊ ചോദിച്ചു, അതെങ്ങനെ കാണുക ചോദിച്ചാൽ, അത് എൻ്റെ സ്ക്വയലിറക്കി നോക്കേണ്ടി വരും. എന്നാ നിങ്ങൾ സ്ക്വയലിറക്കാൻ എഴുതി തരി, മേലെ മുതൽ താഴെ വരെ എല്ലാ സ്ഥലത്തും കൊയിലിറക്കാം. അങ്ങനെ മേലെ കൂടി താഴെ കൂടി ഒക്കെ കൊയിലിറക്കി, ഒക്കെ നോർമൽ. അപ്പോഴും ചോദിക്കണം, ഇതിൽ കാണാത്തുണ്ടാവുക. അപ്പൊ അതെന്താ വെച്ചാൽ പേടി. നമ്മളിപ്പോ ക്യാൻസർ ഉള്ള ഒരാളാണെങ്കിൽ ഓരോട് പറയാത് ക്യാൻസറാണ്, ഓപ്പറേഷൻ ചെയ്ത് അത് മുറിച്ച് കുപ്പിയിലാക്കി കാണിച്ചു കൊടുത്തു, അത് എടുത്തുട്ടോ, ഇത് എടുത്തു. പിന്നെ രണ്ടാമത് പെറ്റ് സ്കാനിങ് ചെയ്തു, ആ ശരീരത്തിലൂടെയും വേറെ ക്യാൻസറിന്റെ ലക്ഷണം ഒന്നും കാണില്ലട്ടോ, ഓപ്പറേഷൻ വിജയിച്ചു, മാറിട്ടോ എന്ന് പറഞ്ഞാൽ ഓന് സമാധാനവും. ഇവനില്ല, എന്നിട്ടും സമാധാനമാണില്ല. ഓനെ കണ്ടങ്ങളോ ഒരു 15 മെലിഞ്ഞ് പറ്റ കോലായിക്ക, ഊണില്ല, ഉറക്കല്ല, ഒന്നുമില്ല. ക്യാൻസർ വന്നതിനേക്കാൾ വലിയ കോലത്തിലെ ഓനെ കണ്ടാൽ. അതാണ് പേടി എന്ന് പറഞ്ഞാല്. ഒരു അസുഖമില്ലാഞ്ഞിട്ട് പടച്ചോന് പേടിനെ കൊണ്ട് പരീക്ഷിക്കാൻ പടച്ചോന് വയ്ക്കും. ക്യാൻസർ വരണമെന്നൊന്നുമില്ല, ക്യാൻസർ വന്നതിനേക്കാൾ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കാൻ പടച്ചോന് വയ്ക്കും. പേടികളിൽ നിന്ന് ചിലതിനെ കൊണ്ടൊക്കെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതാണ് ജീവിതം, പരീക്ഷണമാണ്.